രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, സീതാറാം യെച്ചൂരി തുടങ്ങി പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒരേ വേദിയിൽ അണിനിരന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടക്കുന്ന റാലി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനം കൂടിയാണ്. അനൂപ് ദാസ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അനൂപ്, ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഒക്കെ സാക്ഷിയായ രാംലീല മൈതാനം, അവിടെ 28-ൽ പരം പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ച് ഒരേ വേദി പങ്കിടുന്നു. 1 ലക്ഷത്തിലധികം അണികൾ അണിനിരന്നിരിക്കുന്ന ഒരു മഹാറാലി. എടുത്തു പറയേണ്ടത് സുനിത കെജ്രിവാളിന്റെ സാന്നിധ്യം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയുമായി ബന്ധപ്പെട്ട്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യം രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ റാലിയാണിത്. 28 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നാണ് ഇന്ത്യ സഖ്യം നേരത്തെ രൂപീകരിച്ചത്. ആ 28 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ റാലി എന്ന പ്രത്യേകതയും ഈ ഡൽഹി രാംലീല മൈതാനി റാലിക്കുണ്ട്. 10,000 കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഈ സുനിത കെജ്രിവാൾ മാത്രമല്ല, കൽപ്പന സോറനും, അതായത് നേരത്തെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന, 1 മാസം മുൻപ് രാജിവെക്കേണ്ടി വന്ന ഹേമന്ത് സോറന്റെ ഭാര്യയും പങ്കെടുക്കുന്നുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തുള്ള സകല രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചൊതുക്കാനുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷം പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുനിത കെജ്രിവാൾ സംസാരിച്ചപ്പോൾ അവർ സംസാരിച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പോരാടും, ഞങ്ങൾ വിജയിക്കും, ഏകാധിപത്യം ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗം അവസാനിപ്പിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം സാധ്യമാകുന്നതിന് വേണ്ടി കെജ്രിവാൾ ജയിലിൽ നിന്ന് നൽകിയ സന്ദേശത്തിൽ 7 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അവർ വായിക്കുകയുണ്ടായി. അതിൽ സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, മറ്റ് സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന ആഹ്വാനമുണ്ട് കെജ്രിവാളിന്റെ സന്ദേശത്തിൽ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ശരത് പവാറും ഉദ്ധവ് താക്കറെയും എല്ലാം സംസാരിക്കുന്നുണ്ട്. ഉദ്ധവ് സംസാരിച്ചു, ഏകാധിപത്യം അനുവദിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേന്ദ്ര സർക്കാരിനുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ്. പ്രതിപക്ഷ നിര ഒന്നടങ്കം അണിനിരന്നുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ശക്തി പ്രകടനം. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.